ഹലോ എവരിവൺ, വെൽക്കം ടു എയർ ഗ്രീൻസ്. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ഗൂഗിൾ ക്ലാസ് റൂം എങ്ങനെ യൂസ് ചെയ്യാം എന്നതാണ്. ലോക്ക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ ഓൺലൈൻ ക്ലാസുകളുടെ പ്രാധാന്യം കൂടി വരികയാണ്. ഈ സാഹചര്യത്തിൽ ടീച്ചേഴ്സിനും കുട്ടികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഗൂഗിൾ ക്ലാസ് റൂം എന്ന ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യമായി ഗൂഗിൾ ക്ലാസ് റൂം പേജിലേക്ക് പോകുക. അക്കൗണ്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ട് ഗൂഗിൾ ക്ലാസ് റൂമിൽ ലോഗിൻ ചെയ്യുക. ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഓപ്ഷൻ കാണാൻ കഴിയും. ടീച്ചേഴ്സിന് ഒരു പുതിയ ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യാം, സ്റ്റുഡൻസിന് എക്സിസ്റ്റിംഗ് ക്ലാസ് റൂമിലേക്ക് ജോയിൻ ചെയ്യാം. ഞാൻ ഇവിടെ ഒരു ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ട് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇതൊരു വെർച്വൽ ക്ലാസ് റൂമാണ്. ഒറിജിനൽ ക്ലാസ് റൂമിന്റെ ഒരു പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടിയാണ് റൂം നമ്പർ എന്നൊരു സെക്ഷൻ ഇവിടെ നൽകിയിരിക്കുന്നത്. ഞാനിവിടെ 8th സ്റ്റാൻഡേർഡിന്റെ സെക്ഷൻ എ എന്നൊരു ക്ലാസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സബ്ജക്റ്റായി ഇംഗ്ലീഷാണ് നൽകിയിരിക്കുന്നത്. റൂം നമ്പറായി ഇഷ്ടമുള്ള നമ്പർ നൽകാവുന്നതാണ്. ഓക്കെ, നമ്മുടെ ക്ലാസ് റൂം ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാവുന്നതാണ്. ലെഫ്റ്റ് സൈഡിലായിട്ട് ക്ലാസിൻ്റെ കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കോഡ് ഉപയോഗിച്ച് കുട്ടികൾക്ക് ഈ ക്ലാസ് റൂമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓരോ സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുന്നതിനായി വെവ്വേറെ ടീച്ചർമാരെ നമുക്ക് ക്ലാസ് റൂമിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിന് ഇൻവൈറ്റ് ലിങ്കിലൂടെ മാത്രമേ സാധിക്കൂ. രണ്ട് രീതിയിൽ കുട്ടികൾക്ക് ഒരു ക്ലാസ് റൂമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ രീതി നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ് കോഡ് ഉപയോഗിച്ച് കുട്ടികൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. രണ്ടാമതായി കുട്ടികളുടെ ഇമെയിൽ ID യൂസ് ചെയ്ത് അവരെ ഒരു ക്ലാസ്സിലേക്ക് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാവുന്നതാണ്. ഒരു ഗൂഗിൾ ക്ലാസ് റൂമിൽ എന്തൊക്കെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനായി നമ്മൾക്ക് ക്ലാസ് വർക്ക് സെലക്ട് ചെയ്യാം. ഇതിലൂടെ ടീച്ചേഴ്സിന് കുട്ടികൾക്കായി അസൈൻമെന്റ്സ്, ക്വിസ്, ക്വസ്റ്റ്യൻസ്, സ്റ്റഡി മെറ്റീരിയൽസ് മുതലായവ നൽകാൻ സാധിക്കുന്നതാണ്. ഗൂഗിൾ ക്ലാസ് റൂം യൂസ് ചെയ്ത് കുട്ടികൾക്ക് എങ്ങനെയാണ് അസൈൻമെന്റ്സ് നൽകുന്നതെന്ന് നോക്കാം. ഇവിടെ അസൈൻമെന്റ് 1 എന്ന ടൈറ്റിലിൽ വെക്കേഷനെ കുറിച്ചൊരു എസ്സേ എഴുതാനൊരു അസൈൻമെന്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. അസൈൻമെന്റിന് വേണ്ടിയുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ഷെയർ ചെയ്യാനും ഇതിലൂടെ സാധിക്കുന്നതാണ്. ഈ അസൈൻമെന്റിന് ഒരു ഡ്യൂ ഡേറ്റും അസൈൻമെന്റിന്റെ ഒരു ടോപ്പിക്കും നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശേഷം അസൈൻമെന്റ് അസൈൻ ചെയ്യുകയാണ്. അസൈൻമെന്റ് ആക്റ്റീവ് ആയിട്ടുണ്ട്. ശേഷം ഈ അസൈൻമെന്റ്സ് സ്റ്റുഡൻസ് എങ്ങനെയാണ് കാണുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായി എൻ്റെ മറ്റൊരു അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ ലോഗിൻ ചെയ്യുകയാണ്. ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്യാനായി ക്ലാസ് കോഡ് ആവശ്യമാണ്. ആ കോഡ് ഞാൻ എൻ്റർ ചെയ്യുകയാണ്.
ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്ലാസ് റൂം വിസിബിൾ ആകുന്നു. ക്ലാസ് റൂമിന്റെ പേജിൽ നമുക്ക് ടീച്ചർ പോസ്റ്റ് ചെയ്തിരിക്കുന്ന അസൈൻമെന്റ് കാണാൻ സാധിക്കുന്നതാണ്. അസൈൻമെന്റ്സ് എങ്ങനെയാണ് സ്റ്റുഡൻസ് ഇതിലൂടെ സബ്മിറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ക്ലാസ് വർക്ക് സെലക്ട് ചെയ്യുക. ഇതിൽ ഫസ്റ്റ് അസൈൻമെന്റ് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലായി ആഡ് ഓർ ക്രിയേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അസൈൻമെന്റിന്റെ ഫയൽ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ ഫയൽ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി ഹാൻഡ് ഇൻ ക്ലിക്ക് ചെയ്യുക. അസൈൻമെന്റിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അൺസബ്മിറ്റ് എന്നൊരു ഓപ്ഷനും അവൈലബിൾ ആണ്. ഈ അസൈൻമെന്റിന് ടീച്ചേഴ്സ് എങ്ങനെയാണ് ഗ്രേഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ടീച്ചറിന്റെ അക്കൗണ്ട് യൂസ് ചെയ്ത് ഞാൻ ക്ലാസ് റൂമിൽ ലോഗിൻ ചെയ്യുകയാണ്. ഇവിടെ അസൈൻമെന്റ് സെക്ഷനിൽ ടേൺഡ് ഇൻ 1 എന്ന് കിടപ്പുണ്ട്. അസൈൻമെന്റ് സെക്ഷനിൽ ഫസ്റ്റ് അസൈൻമെന്റ് ക്ലിക്ക് ചെയ്താൽ അസൈൻമെന്റ് എത്ര പേർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഒരാളാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അസൈൻമെന്റ് കാണാൻ വേണ്ടി വ്യൂ അസൈൻമെന്റ് ക്ലിക്ക് ചെയ്യുക. അസൈൻമെന്റ് ഇവാലുവേഷന് ശേഷം അസൈൻമെന്റിന് ഗ്രേഡ് കൊടുക്കാവുന്നതാണ്. ഇതിൽ തന്നെ സ്റ്റുഡൻസിന് പ്രൈവറ്റായി കമന്റ്സ് സബ്മിറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നതാണ്. ഇനി ഗ്രേഡ്സ് ടാബ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ള ഗ്രേഡ്സ് എല്ലാം നമ്മൾക്കിതിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ തന്നെ ക്ലാസിന്റെ ആവറേജ് സ്കോറും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതിലൂടെ കുട്ടികൾക്ക് മൾട്ടിപ്പിൾ ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്യാനും ടീച്ചേഴ്സിന് മൾട്ടിപ്പിൾ ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഓക്കെ എവരിവൺ, ഇന്നത്തെ വീഡിയോയിലൂടെ ഗൂഗിൾ ക്ലാസ് റൂം എങ്ങനെ യൂസ് ചെയ്യാമെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക.